ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CSAT മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഒന്ന് പറയാണ്. ഹിമാലയൻ സിസ്റ്റം, ദ ഇൻഡസ് സിസ്റ്റം, മാപ്പ് 3.8 റിവേഴ്സ് ഓഫ് ഇന്ത്യ, ബി ദ ഗംഗ റിവർ സിസ്റ്റം, സി ദ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം, ടേബിൾ 3.9 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഓഫ് ഇന്ത്യ, റിവർ ഗ്രൂപ്പ്സ് ആൻഡ് ക്യാരക്ടർ ഒറിജിൻ, റിവർ സിസ്റ്റംസ്, ട്രിബ്യൂട്ടറീസ്, ബേസിൻ, റിമാർക്സ്, ഹിമാലയൻ റിവേഴ്സ്. ബാലൻസ് ഭാഗം ഗംഗ, ബ്രഹ്മപുത്ര, മാഗ്ന ഓർ GBM സിസ്റ്റം. ഇവിടെ അവസാനിക്കുകയാണ്. ടേബിൾ 3.10 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. നെയിം, സോഴ്സ്, എൻഡേഴ്സ്, ലെങ്ത്, KM, ഫീച്ചേഴ്സ്. ഗോദാവരി, കൃഷ്ണ, കാവേരി, പെണ്ണാർ, മഹാനദി, ദാമോദർ, നർമ്മദ, താപ്തി, സരസ്വതി, നേത്രാവതി, ഭാരതപ്പുഴ, പെരിയാർ ആൻഡ് പമ്പ. പിന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ABCDE. ഇവിടെ ഒരു ഭാഗം വരുന്നുണ്ട്. ഇത് എൻഡ് ചെയ്യുന്നത് ഈ ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ടേബിൾ 3.11 മോർ എബൌട്ട് റിവേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ എൻഡ് ചെയ്യുന്നത് ഇവിടെ എൻഡ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ 3.10 ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. അതിൻ്റെ താഴെ കൊടുത്തേക്കണ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് വരുന്നത് ഇവിടെ വരെയാണ്. ഫ്ലോവിങ് ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഓൺ ഇറ്റ്സ് വേ ഇൻ ടു ദ ഗൾഫ് ഓഫ് കമ്പാറ്റ്. ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതൊക്കെ പറഞ്ഞിരുന്നു. ഈ ടോപ്പിക്സിൻ്റെ സ്റ്റൈലുകളൊക്കെ ഈ ബുക്കിലാണ്. പിന്നെ ലൈക്സാണ് വരുന്നത്, അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്ക് നോക്കാം. ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും മനസ്സിൽ വയ്ക്കുക. ടേബിൾ 3.11 മോർ എബൌട്ട് റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. ടേബിള് ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് ഈ ടേബിൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടേബിൾ 3.11 മോർ എബൌട്ട് റിവേഴ്സ് ഓഫ് ഇന്ത്യ. റിവർ ഗ്രൂപ്പ്, റിവർ സിസ്റ്റംസ്, റിവർ നെയിം ആൻഡ് ലെങ്ത്, ട്രിബ്യൂട്ടറീസ്, ബേസിൻ, റിമാർക്സ്. ഡെക്കാൻ റിവേഴ്സ്, ഈസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ്. Godavari 1450 km. The major tributaries joining the Godavari are the Pravara, the Purna, the Manjra, the Manar, the Pranhida, the Penganga, the Varda, the Vainganga, the Indravati and the Shabari. The river Godavari rises in the Nasik district of Maharashtra about 50 mi from the shore of Arabian Sea at the elevation of 3,500 ft. After flowing for about 1450 km 910 mi in a general south easterly direction
through Maharashtra and Andhra Pradesh. Godavari falls into the Bay of Bengal above Rajamundry. The major tributaries joining the Godavari are the Prabhara, the Purna, the Manjra, the Manar, the Pranhida, the Penganga, the Varda, the Vainganga, the Indravadi and the Shabari. The river Godavari rises in the Nasik district of Maharashtra about 50 mi from the shore of Arabian Sea at an elevation of 3,550 after flowing for about 1,450 km 910 mi in a general southeasterly direction through Maharashtra and Andhra Pradesh. Godavari falls into the Bay of Bengal above Rajamundry. ഞാൻ സോറി പറയാണ്, നമ്മുടെ ഫോൺ കയ്യിൽ നിന്ന് തെന്നിയിരുന്നു, നമ്മുടെ ഫ്ലോ അങ്ങ് പോകും, അതുകൊണ്ട് പറഞ്ഞാണ്. നമുക്കൊരിക്കൽ കൂടി പറയാം. The major tributaries joining the Godavari are the Pravara, the Purna, the Manjra, the Manar, the Pranhida, the Penganga, the Varda, the Vainganga, the Indravadi and the Shabari. The river Godavari rises in the Nasik district of Maharashtra about 50 mi from the shore of Arabian Sea at the elevation of 3,550 after flowing for about 1,450 km 910 mi in a general southeasterly direction through Maharashtra and Andhra Pradesh. Godavari falls into the Bay of Bengal above Rajamundry. The Godavari basin extends over an area of 3,12,813 km square, which is nearly 10% of the total geographical area of the country. The basin comprises areas in the states of Maharashtra 48.6%, Madhya Pradesh 8.4%, Chhattisgarh 12.5%, Andhra Pradesh 23.4%, Karnataka 1.4%, and Orissa 5.7%. It is in southern peninsula. The Godavari basin is bounded on the north by the Satmala Hills, the Ajanta Range and the Mahadeo Hills on the south and east by the Eastern Ghats, and on the west by the Western Ghats. It is roughly triangular in shape, and the main river itself runs practically along the base of the triangle. Krishna 1,290 km. 1,290 km. The major tributaries joining the Krishna are the Ghataprabha, the Malaprabha, the Bhima, the Tungabhadra, the Musi, the Peleru, the Paleru, and the Muneru. The river Krishna is an interstate river in southern India. It is the second largest river in peninsular India, rises in the Western Ghats at an altitude of 4,385 ft near Mahabaleshwar in Maharashtra state. The Krishna basin extends over an area of 2,58,948 km square. It is nearly 8% of the total geographical area of the country. The basin comprises areas in the states of Maharashtra 26.8%, Karnataka 43.8%, and Andhra Pradesh 29.4%. It flows across the whole width of the peninsula from west to east for a length of about 1,290 km 870 mi through Maharashtra, Karnataka, and Andhra Pradesh. The entire catchment area of Krishna basin is 99,980 mi square. The Krishna basin is bounded on north by the common ridge separating it from the Godavari basin, on the south and east by
Eastern Ghats and on the west by the Western Ghats. The basin is approximately triangular in shape with its base along the Western Ghats, the apex at Vijayawada and the river of Krishna itself forming the median. Balance ആണ് table 3.11 more about rivers of India. River group, river systems, river name and length, tributaries, basin, remarks. Kaveri 760 km. The principal tributaries of Kaveri in Karnataka are the Harangi, the Hemavati, the Lakshmana Tirtha, the Kabini, the Shimsha, the Arakyavadi, Tori Arakavadi, the Arakavadi, and the Suvarnavadi. All these rivers except the Kabini, Arakavadi, and Suvarnavadi rivers rise and flow fully in Karnataka. The principal tributaries of Kaveri in Karnataka are the Harangi, the Hemavati, the Lakshmana Tirtha, the Kabini, the Shimsha, the Arakavadi, and the Suvarnavadi. All these rivers except the Kabini, Arakavadi, and Suvarnavadi rivers rise and flow fully in Karnataka. The catchment area of entire Kaveri basin is 81,155 km square. The basin comprises areas in the states of Karnataka 42.2%, Kerala 3.5%, Tamil Nadu 54%, and Karaikal region of Puducherry 0.18%. The river Kaveri is an interstate river in southern India. It is one of the major rivers of the peninsula, flowing east and running into the Bay of Bengal. The Kaveri rises at Talakavadi on the Brahmagiri range of hill in the Western Ghats. Presently in the Coorg district of the state of Karnataka at an elevation of 1341 m, 4400 ft above mean sea level. Mahanadi 890 km. Its main tributaries are the Suyanth, the Jonk, the Hasdio, the Mand, the LB, the Onk, and the Tel. Mahanadi River Delta extends over an area of 0.1 km, which is nearly 4.3% of the total geographical area of the country. The basin lies in the states of Chhattisgarh, 75,136 km square, Orissa 65,580 km square, Bihar 635 km square, and Maharashtra 238 km square. The river has often been referred to as the Soar of Orissa. The inhabited inner basin Chhattisgarh plain suffered frequent droughts, whereas the fertile deltaic area has been wrecked by repeated floods. അടുത്തത് വെസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ് നർമ്മദ 1290 km. The Narmada, the largest west flowing rivers of the peninsula, rises near Amarkandag in the Shangdol district of Madhya Pradesh. The total length of the river from the head to its outfall into the Gulf of Cambat is 1290 km. Although fairly rainfed, the Narmada has a fairly heavy discharge because of moderately heavy annual average rainfall in the basin, particularly
in the upper catchment area. The Narmada Basin extends over an area of 98,796 km square. Lying in the northern extremity of the Deccan Plateau, the basin covers large areas in the Madhya Pradesh and Gujarat and a comparatively smaller area in Maharashtra. The Narmada Basin is bounded on the north by the Vindhya, on the east by the Mekhala Range, on the south by the Satpura, and on the west by the Arabian Sea. The Western Ghats provides a principal geographical barrier in the path of the Arabian Sea, branch of the southwest monsoon, and is principally responsible for the heavy rainfall over the western coastal belt. The Western Ghats provides a principal geographical barrier in the path of the Arabian Sea, branch of the southwest monsoon, and is principally responsible for the heavy rainfall over the western coastal belt. The southwest monsoon season, June to September, is the principal rainy season. Over 90% of annual rainfall is realized in this period. Table 3.11 more about rivers in ഇന്ത്യയുടെ ബാലൻസ് ഭാഗമാണ് വരുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്. ദയവേത് ക്ഷമിക്കണം. റിവർ ഗ്രൂപ്പ്, റിവർ സിസ്റ്റംസ്, റിവർ നെയിം ആൻഡ് ലെങ്ത്, ട്രിബ്യൂട്ടറീസ്, ബേസിൻ. റിമാർക്സ്. Tapti 720 km. The important tributaries are Purna, Bahar, Girna, Bori, Anar, Panchra, Burai, Gomai. The rivers in the Western Ghats region generally originate at an elevation ranging from 400 to 1600 m above the mean sea level, close to the Western Ghats ridge. The important tributaries are Purna, Bahar, Girna, Bori, Anar, Panchra, Barai, Gomai. The rivers in the Western Ghats region generally originate at an elevation ranging from 400 to 1600 m above the mean sea level, close to the Western Ghats ridge. The rivers generally flow westward and meet the Arabian Sea after a short run varying from 50 to 300 km. The rivers are very steep in the upper reaches and fairly steep in the middle reaches. It is only near the sea that they have relatively flat gradients and some sort of floodplain. The important tributaries are Purna, Bahar, Girna, Bori, Anar, Panchra, Burai, Gomai. The rivers in the Western Ghats region generally originated at an elevation ranging from 400 to 1600 m above the mean sea level, close to the Western Ghats ridge. The rivers generally flow westward and meet the Arabian Sea after a short run varying from 50 to 300 km. The rivers are very steep in the upper reaches and fairly steep in the middle reaches. It is only near the sea that they have relatively flat gradients and some sort of floodplain. The Tapti River basin extends over an area of 65,145 km square. It is nearly 2% of the total area of India. The basin lies in the states of Maharashtra, 51,504 km square, Madhya Pradesh, 9,804 km square, and Gujarat, 3,837 km square. The basin lies mostly in northern and eastern districts, Maharashtra state including Amaravati, Akola, Buldana, Washim, Jalgaon, Dhule,
Nandurbar and Nashik districts, but also covers Bhutal, Burhanpur districts of Madhya Pradesh and Surat district in Gujarat as well. The Tapti River Basin extends over an area of 65,145 km square, which is nearly 2% of the total area of India. The basin lies in the states of Maharashtra, 51,504 km square, Madhya Pradesh, 9,804 km square, and Gujarat, 3,837 km square. The basin lies mostly in northern and eastern districts, Maharashtra state, including Amaravati, Ankola, Buldana, Washim, Jalgaon, Dhul, Nandurbar, and Nashik districts, but also covers Bhutal, Burhanpur districts of Madhya Pradesh and Surat district in Gujarat as well. Tapti is one of the two large rivers in central India which flows westward, the other one being River Narmada, and discharge into the Arabian Sea. Tapti takes its origin in Maltai Hills in the Gavilgad hill ranges of Satpura mountain in Madhya Pradesh. Tapti is the most significant flood minimizing river as far as the state of Gujarat is concerned. The river Tapti is 720 km long and runs generally to west through Madhya Pradesh, 208 km Maharashtra, 323 km, and Gujarat, 189 km, states joining the Arabian Sea in the Gulf of Cambay, approximately 20 km west of the city of Surat. Other river systems, North Pennar river system, tributary Uttara Pinakini, North Pennar river, and subtributary Jayamangali, Kumadavadi, Chitravadi, and Papgani, point of origin. Nandi Hills of Kolar, catchment area 2,759 mi square, flows through the state of Karnataka and Andhra Pradesh. Other river systems, North Pennar river system, tributary Uttara Pinakini, North Pennar river, and subtributary Jayamangali, Kumadavadi, Chitravadi, and Papgani, point of origin. Nandi Hills of Kolar, catchment area 2,759 mi square, flows through states of Karnataka and Madhya Pradesh. South Pennar river system, tributary South Pennar, point of origin Nandi Hills of Kolar, catchment area 1,424 mi square, flows through the states of Karnataka and Tamil Nadu. South Pennar river system, tributary South Pennar, point of origin Nandi Hills of Kolar, catchment area 1,424 mi square, flows through the states of Karnataka and Tamil Nadu. Pallar river system, tributary Pallar, point of origin Telagavara village in Kolar, altitude 900 m, length 348 km, flows through the states of Karnataka, Andhra Pradesh, and Tamil Nadu. Coastal streams,
especially of west coast, are short in length, have limited catchment area, and most of these are non-perennial. There are numerous coastal rivers which are comparatively small. While only handful of such rivers drains into the sea near the delta of east coast, there are as many as 600 such rivers on the west coast. Coastal rivers. Coastal streams, especially of west coast, are short in length, have limited catchment area, and most of this are non-perennial. There are numerous coastal rivers which are comparatively small. While only handful of such rivers drains into the sea near the delta of east coast, there are as many as 600 such rivers on the west coast. Coastal streams, especially of west coast, are short in length, have limited catchment area, and most of these are non-perennial. There are numerous coastal rivers which are comparatively small, while only handful of such rivers drains into the sea near the delta of east coast. There are as many as 600 such rivers on the west coast. Rivers of inland drainage basin. Rivers of inland drainage basin. The streams of inland drainage basin of western Rajasthan are few and far apart. Most of these are of an ephemeral character. A few rivers in Rajasthan do not drain into sea. They drain into salt lakes and get lost in sand with no outlet to sea. Besides this, there are desert rivers which flow for some distance and are lost in desert. These are Luni, Maghu, Rupan, Saraswati, Banas, Gaghar, and others. Table 3.11 more about rivers of India നമ്മൾ പറഞ്ഞത്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്, കാര്യ രീതി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം, ദയവേത് ക്ഷമിക്കുക. നമുക്ക് പരമാവധി നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചില പ്രത്യേക വേർഡ്സുകളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിരിക്കും, എന്തായാലും എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല കറക്റ്റായിട്ട് തന്നെ പറയാൻ. അപ്പോൾ അത് CSAT എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിയാവില്ല പറഞ്ഞില്ലെങ്കിൽ. ദയവേത് ക്ഷമിക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാൻ നിങ്ങളോട് വളരെ കാര്യ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവേത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത ടൈമിൽ തന്നെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി പോയിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും എടുത്ത് അപ്പോഴും ക്യാമറയുടെ ക്ലാരിറ്റി പോയി. ഞാനപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് വീഡിയോ, പക്ഷേ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ നോർമലായ രീതിയിൽ തന്നെ സാധാരണ വീഡിയോ പോലെ തന്നെ നമ്മൾ ചെയ്യാണ് യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. നമ്മൾ 2-4 മണിക്കൂറിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത്ര എന്തായാലും ചെയ്യാൻ പറ്റില്ല. അത്ര ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത്ത് കുറയ്ക്കേണ്ടതായിട്ട് വരും. JTPയുടെ മൈക്ക് വെച്ച് നമുക്ക് 7 മണിക്കൂർ വീഡിയോ ചെയ്യാവുന്നതാണ്. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ചുകൂടി ടോപ്പിക്സ് എടുത്ത് നമ്മൾ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ടോപ്പിക്സ് എടുക്കും. ഫോൺ ചൂടാവണമെങ്കിൽ ശരിയാവില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്ത് ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മോഡൊക്കെ നമ്മൾ ഓൺ ആക്കിയിട്ടേക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ക്യാമറ ക്ലാരിറ്റി പോകുന്നുണ്ട്. പിന്നെ ഫോൺ നമ്മൾ സൈലൻറ്റ് മോഡിലൊക്കെ ചെയ്തിടാറുണ്ട്. ആ രീതി ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ക്യാമറ ക്ലാരിറ്റിയിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. ഇന്നെന്തോ കുറച്ച് ടൈം നമ്മൾ ഫോൺ യൂസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും 2 പ്രാവശ്യം നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി കുറേ വീഡിയോ എടുക്കാൻ നമ്മൾ വിചാരിക്കും, പക്ഷേ സാധിച്ചില്ല.
അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇതിലുള്ള ക്ലാസ് അത്ര പെർഫെക്റ്റായ രീതിയിൽ തന്നെ പോവില്ല. കാരണം കുറേ വീഡിയോ നമുക്ക് കുറേ നാൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഡിസംബർ 2025, ജനുവരി 2026 ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ ഈ വർഷം ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലാഷ് ഓൺ ആക്കാതെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനുശേഷം ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. രണ്ട് രീതിയിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും നോക്കുമ്പോൾ തന്നെ. വാച്ച് ചെയ്യുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. പറഞ്ഞെന്നുള്ളൂ. എന്തായാലും നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഈ ഫ്ലൈറ്റ് മോഡൊക്കെ ചെയ്യുമ്പോൾ ഉള്ള കുറേ പ്രത്യേകതകളാണ്. നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ചെയ്ത സമയത്തൊന്നും ഇത്ര ഇങ്ങനെ വരാറില്ല. അതോ ഇനിയിപ്പോൾ കൂടുതൽ ടൈം നമുക്ക് വീഡിയോ ലെങ്ത്ത് വരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ നമ്മൾ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോഴേ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കിതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവൊന്നുമില്ല. നമുക്കറിയുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്ന് ദയവേദം അഡ്ജസ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക. ഭയങ്കര എമർജൻസി ആയിട്ടുള്ളൊരു അവസ്ഥ ചെയ്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരിക്കലും നമുക്ക് ഇതുപോലൊരു ടൈം നമുക്ക് കിട്ടില്ല. ഈ ഒരു ദിവസം നഷ്ടമായ നഷ്ടം തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കൊരു മിനിറ്റ് പോലും ഇനി വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് മൊബൈലിൻ്റെ ഒരു സേഫ്റ്റി കുറച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് സേഫ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഞാൻ എപ്പോഴൊന്നും വീഡിയോ ചെയ്യില്ല. ഈ പ്രാവശ്യം നമുക്ക് വീഡിയോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ചെയ്യുന്നുള്ളൂ. 2026 തന്നെ നമ്മൾ അത്യാവശ്യം 2-3 മാസം കൊണ്ട് തന്നെ ഈ ബുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഏകദേശം ഒരു ഓഗസ്റ്റിന് മുന്നൊക്കെ 2026 ഓഗസ്റ്റിന് മുന്നൊക്കെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലൊക്കെ വീഡിയോ ചെയ്താലാണ് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലേക്സ്. The Himalaya region is dotted with hundreds of lakes. Most lakes are found at altitudes of less than 5,000 m, with the size of the lakes diminishing with altitude. The largest lake is the Pangong Teso, which is spread across the border between India and Tibet. It is situated at an altitude of 4,600 m and is 80 km wide and nearly 134 km long. The highest lake is the Gurudogmar in North Sikkim. 5,370 m. The mountain lakes are known to geographers as tarns if they are caused by glacial activity. Tarns are found mostly in the upper reaches of the Himalayas above 5,500 m. Lakes of India have their different kinds of origins, like one tectonic lakes, old Pleistocene lakes of Kashmir and Kumaon Himalayas. Old Pleistocene lakes of Kashmir and Kumaon Himalayas. 2. Crater lakes. They are due to
volcanicity. 3. Glacial lakes. They are in big mountains. 4. Alluvial lakes. Oxbow lakes in the Ganga plains. 5. Aeolian lakes caused due to small depressions of hollows. 6. Lagoons. These are formed due to depositions of sand bars along the sea coasts. These are formed due to depositions of sand bars along the sea coasts. The best examples are Chilka Lake, Orissa, Pulicat Lake, Andhra Pradesh, and several cays on the Malabar coast of Kerala. ലേക്സ് ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ലേക്സ് ഓഫ് ഇന്ത്യ. എ. ലേക്സ് ഓഫ് കാശ്മീർ, ഡാൽ, വൂളാർ, ശേഷാനാഗ്, വെരിനാഗ്, മാനസബാൽ, നാഗിൻ etc. A. Lakes of Kashmir, Dal, Woolar, Sheshnag, Verinag, Manasabal, Nagin etc. B. Lakes of Kumaon, Nainital, Bhimtal, Kurpatal, Satal, Punetal etc. B. Lakes of Kumaon, Nainital, Bhimtal, Kurpatal, Satal, Punetal etc. C. Lakes of Rajasthan, Udaisagar, Fateh Sagar, Jaisamat, Pikol, Sambar Salt Lakes. C. Lakes of Rajasthan, Udaisagar, Fateh Sagar, Jaisamand, Pikol, Sambar Salt Lakes. D. Other important lakes. Lake Lonar in Maharashtra, Chilka in Orissa, Lake Koleru, Andhra Pradesh, Nakital Mount Abu. The other important lakes. Lake Lonar in Maharashtra, Chilka in Orissa, Lake Koleru, Andhra Pradesh, Nakital Mount Abu. ഇമ്പോർട്ടൻ്റ് ലേക്സ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്തത് ക്ലൈമറ്റാണ് പറയാനുള്ളത്, നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലൈമറ്റ്. The Himalayas isolate South Asia from the rest of Asia south of these mountains. The climate, like the terrain, is highly diverse, but some geographers give it an overall one-word characterization: violent. What geographers have in mind is the abruptness of change and the intensity of effect when change occurs. The onset of the monsoon rains, sudden flooding and rapid erosion, extremes of temperature, tropical storms, and unpredictable fluctuations in rainfall. Broadly speaking, agriculture in India is constantly challenged by weather uncertainty. It is possible to identify seasons, although these do not occur uniformly throughout South India. ഇപ്പോൾ ക്ലൈമറ്റ് നമ്മൾ പറഞ്ഞത് India's wide range of climatic conditions. India is subject to a wide range of climates, from the sub-freezing Himalayan winters to the tropical climate of the Coromandel coast, and from the damp, rainy climate in the states of Assam and West Bengal to the arid Great Indian Desert. Based on precipitation and temperature, experts define 7 climatic regions: the Himalayas, Assam, West Bengal, the Indo-Gangetic Plain, the Western Ghats and Coast, the Deccan, the interior of the peninsula, south of the Narmada River, and the Eastern Ghats and Coast.
In the Himalayan region, climate varies with altitude. At about 2000 m, the average summer temperature is nearly 18 degree Celsius. At 4500 m, it is rarely above 0 degree Celsius in the valleys. Summer temperatures reach between 32 degrees Celsius and 38 degrees Celsius. The eastern Himalayas receive as much as 1000 to 2000 mm of precipitation, more than the western Himalayas, and floods are common. Assam and West Bengal are extremely wet and humid. The southeastern part of the state of Meghalaya has the world's highest average annual rainfall, about 10,900 mm. The Indo-Gangetic Plain has a varied climatic pattern. Rainfall and temperature ranges vary significantly between the eastern and western extremes. In the peninsular region, the western Ghats and the adjoining coast receive heavy rains during the southwest monsoon. Rainfall in the peninsular interior averages about 650 mm a year, although there is considerable variation in different localities from year to year. The eastern Ghats receive less rainfall than the western coast rainfall. Their ranges between 900 and 1300 mm annually. The northern Deccan region bounded by the western Ghats, the Vindhya range and the Narmada river to the north, and the eastern Ghats receives most of its annual rainfall during the summer monsoon season. The southern Deccan area is in a rain shadow and receives only 50 to 1000 mm of rainfall a year. The temperature ranges are wide, from some 15 degrees Celsius to 38 degrees Celsius, making it one of India's most comfortable climatic areas. Throughout most of non-Himalayan India, the heat can be oppressive, and sometimes, such as was experienced in 1994 and 1995, can literally be a killer. Hot, relatively dry weather is the norm before the southwest monsoons, which, along with heavy rains and highly humidity, bring cloud cover that lowers temperatures slightly. Temperatures reach the upper 30 degrees Celsius and can even go as high as 48 degrees Celsius during the day in the pre-monsoon months. India's wide range of climatic conditions ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് ടൈം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, ടൈമില്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. Climatic factors in India. Climatic factors in India. The climate of a place is determined by the interplay of various factors such as location, altitude, distance from the sea, pressure and winds, and upper air circulation. Many of these are closely linked. The temperature in India depends on certain factors such as 1. Latitudes. Tropic of Cancer divides India in almost 2 parts, passing through the middle of Rann of Kutch to Mizoram. The conditions tend to be temperate to its north and hot towards its south. The latitudinal distance between Jammu and Kashmir, 36 degree north, and Kanyakumari, Kerala, 8 degree north, is about 29 degree, which makes temperature conditions hotter towards south and cooler in north. To relief, the temperature of a place decreases with height from the sea level. The hills generally have low temperature and cooler climate in summers. The Himalayas check the cold polar air from penetrating into India, making its northern parts remain much warmer than the other areas of the world which lie on same
latitudes. The Himalayas, check the cold polar, are from penetrating into India, making its northern parts remain much warmer than the other areas of the world which lie on same latitudes. Similarly, the Himalayas, the Sahyadris and the Parvanja hills, after the rainfall distribution and temperature conditions in the country. 3. Position of sea. The places which are away from the sea will have a greater difference in the temperature in 2 seasons, whereas the places near to sea will have a low temperature difference. Whereas the places near to sea will have a low temperature difference. 4. Pressure and winds. The highest temperature of India is reported at 54 degrees Celsius from Rajasthan in June during summer season, but during winters temperature range between 5 degrees Celsius and 24 degrees Celsius. So northwestern India has lowest air pressure during summer season. So northwestern India has lowest air pressure during summer season, whereas it is high pressure area in the winter. This is the reason why the direction of wind changes according to the season. Indian weather conditions are greatly influenced by a distribution of atmospheric pressure and surface winds, B. Upper air circulation, and C. Inflow of western disturbances during winter and tropical cyclones during the southwest monsoon. Monsoon winds also affect the temperature of India to a great extent. An important feature of the distribution of temperature is a sudden change from winter to summer and summer to winter. An important feature of the distribution of temperature is a sudden change from winter to summer and summer to winter. അപ്പോൾ നമുക്ക് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യ ഒരിക്കൽ കൂടി പറയാം. ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യ. The climate of a place is determined by the interplay of various factors such as location, altitude, distance from the sea, pressure and winds, and upper air circulation. Many of these are closely linked. The temperature in India depends on certain factors such as 1. Latitudes. Tropic of Cancer divides India in almost 2 parts, passing through the middle of Ran of Kutch to Mizoram. The conditions tends to be temperate to its north and hot towards its south. The latitudinal distance between Jammu and Kashmir 36 degree north and Kanyakumari, Kerala 8 degree north is about 29 degree, which makes temperature conditions hotter towards south and cooler in north. The latitudinal distance between Jammu and Kashmir 36 degree north and Kanyakumari, Kerala 8 degree north is about 29 degree, which makes temperature conditions hotter towards south and generally have low temperature and cooler climate in summers. The Himalayas, check the cold polar, are world which lie on same latitudes. The Himalayas, check the cold polar air from penetrating into India, making its northern parts remain much warmer than the other areas of the world which lie on same latitudes. Similarly, the Himalayas, the Sahyadris and the Parvanjar hills affect the rainfall distribution and temperature conditions in the country. 3. Position of sea. The places which are away from the sea will have a greater difference in the temperature in 2 seasons, whereas the places near to sea will have a low temperature difference. 4. Pressure and winds. The highest temperature of India is reported at 54 degrees Celsius from Rajasthan in June during summer season,
but during winters, temperature range between 5 degrees Celsius and 24 degrees Celsius. So, northwestern India has lowest air pressure during summer season, whereas it is high pressure area in the winter. This is the reason why the direction of wind changes according to the season. Indian weather conditions are greatly influenced by a distribution of atmospheric pressure and surface winds, B. upper air circulation, and C. inflow of western disturbances during winter and tropical cyclones during the southwest monsoon. Monsoon winds also affect the temperature of India to a great extent. An important feature of the distribution of temperature is a sudden change from winter to summer and summer to winter. Monsoon winds also affect the temperature of India to a great extent. An important feature of the distribution of temperature is a sudden change from winter to summer and summer to winter. An important feature of the distribution of temperature is a sudden change from winter to summer and summer to winter. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ക്ലൈമറ്റിക് ഫാക്ടേഴ്സിന് ഇന്ത്യയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര ചെയ്യുന്നുള്ളൂ. കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ ഫോണിന് കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ ക്യാമറ ക്ലാരിറ്റി പോയി കഴിഞ്ഞാൽ അതേ കണ്ടീഷനിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന രീതിയായിരുന്നു നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അത് 1-2 കാര്യമുണ്ട്. ഒന്ന് ഫോണിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും. പിന്നെ നമ്മൾ നോക്കിയിരുന്നത് ക്ലാരിറ്റി 2 രീതിയിലായി പോവും. ഫസ്റ്റ് നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കാതെ ചെയ്യുന്നൊരു സിറ്റുവേഷനും ലാസ്റ്റ് വരുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കുന്ന ഒരു അവസ്ഥയും വരുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയിരുന്നത്. ഇനിയൊരു പക്ഷേ ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ലാസ്റ്റ് ഭാഗം ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരവസ്ഥയല്ല. എനിക്ക് തോന്നുന്നത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്തായാലും ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ക്യാമറ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ ക്ലാരിറ്റി ഇല്ല. നമ്മൾ അതേ രീതിയിൽ തന്നെ വീഡിയോ അവസാനിപ്പിക്കുമായിരുന്നു. ഇനി മുതൽ നമ്മൾ ലാസ്റ്റ് ഭാഗം നമ്മൾ ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം വരണമെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ക്യാമറയുടെ ക്ലാരിറ്റി പോവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് തന്നെ വീഡിയോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സൊന്നും നമുക്ക് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാമറ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ക്യാമറ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെ ഉണ്ടാവും വീഡിയോന്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി മുതൽ നമ്മൾ ഇതുപോലെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെ ആയിരിക്കും അത് നമുക്ക് വീഡിയോന് ലഭ്യമാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ ഭയങ്കര ലെങ്ത്തുള്ള വീഡിയോ ഒന്നും നമ്മൾ ചെയ്യില്ല അധികവും. കുറച്ച് ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സൗകര്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത്ര നാൾ ഞാനത് അത്ര ചിന്തിച്ചിരുന്നില്ല. നമ്മൾ ക്യാമറ ക്ലാരിറ്റി പോയാലും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊന്നും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷേ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതാണ് സത്യം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെ എല്ലാത്തിലും നമ്മൾ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥയാണ് ക്യാമറ ക്ലാരിറ്റി പോകുമ്പോൾ. ഇനിയിപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ ചെറിയ രീതിയിലൊക്കെ ചെയ്താലും വലിയ കംപ്ലൈൻറ്റൊന്നും ഫോണിന് വരില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഇനി മുതൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫ്ലാഷ് ഓണാക്കി നമ്മൾ വീഡിയോ ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യും. ഫ്ലാഷ് ഓണാക്കിയിട്ട് തന്നെ ലാസ്റ്റ് ഭാഗം പറഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും. സ്ഥിരം ഇങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും നടക്കില്ല. കാരണം അതൊരു നല്ല രീതിയിലേക്ക് അത് ചെന്ന് അവസാനിക്കില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കുക.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പറയാണ്. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ദ 4 ഇന്ത്യൻ സീസൺസ്, വിൻ്റർ, ഡിസംബർ, മാർച്ച്, ടെമ്പറേച്ചർ, പ്രഷർ, സമ്മർ, ഏപ്രിൽ, മെയ്, ടെമ്പറേച്ചർ, പ്രഷർ, സി, മൺസൂൺ, ജൂൺ, സെപ്റ്റംബർ ഓർ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ, 2 branches of monsoon, A the Bay of Bengal branch, B the Arabian Sea branch, rainfall distribution of India. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവ് ചെയ്ത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ദയവേത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ CSAT Manual 2023, ദ പേഴ്സൺ CSAT Manual 2024, ദ പേഴ്സൺ CSAT Manual 2025, ദ പേഴ്സൺ CSAT Manual 2026. അപ്പോൾ ഈ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ പോലും ദയവായിട്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നതും കൂടി പ്രതീക്ഷിക്കുന്നു. അതിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, എന്നുവെച്ചാൽ ടോപ്പിക്സുകളുണ്ട്. പിന്നെ ദ പേഴ്സൺ CSAT Manual സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും CSAT എക്സാമിന്. അപ്പോൾ ദയവേത് പ്രയോജനപ്പെടുത്തണം. ഇന്നത്തെ വീഡിയോ ഏകദേശം ഒരു 2 മണിക്കൂറോളമൊക്കെ വരുന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ രീതിയിൽ വീഡിയോ ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. എൻ്റെ പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. അത് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊക്കെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഒഴിവാക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വേറെ ഫ്ലോട്ടിങ് ബട്ടൺ എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഡിജിറ്റൽ സിസ്റ്റം വഴി നമ്മൾ ചെയ്തേക്കാണ്. ടച്ച് ചെയ്താണ് നമ്മളിപ്പോൾ മൊബൈൽ ഓണാക്കി ഓഫാക്കി ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. അത് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതും ഡിജിറ്റൽ സിസ്റ്റം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങൾ അത് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ദിവസങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇത് അന്വേഷിക്കാനുള്ളൊരു പരിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് വീഡിയോ ഒക്കെ. അല്ലെങ്കിൽ ആ ടൈമൊക്കെ നമുക്ക് ലാഭം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ പറയാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഞാനത് കണ്ടെത്താൻ കുറച്ച് സമയമെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും പവർ സ്വിച്ച് എന്തായാലും നമ്മൾ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നോക്കേണ്ടി വരും. അത് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇരിക്കും തോന്നുന്നു. നമുക്ക് വീണ്ടും അത് ഓണാക്കാനൊക്കെ എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തു പോകുന്നത്. ഫോണിൻ്റെ പവർ സ്വിച്ചിന് എന്താ പറയുക, നല്ലൊരു പ്രാധാന്യം ഉണ്ടെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം വളരെയധികം വിഷമിച്ചു പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആയ ടൈമിൽ. കാരണം നമ്മളത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു രീതിക്ക് വരുന്നുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനൊരു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പവർ സ്വിച്ചൊക്കെ നിങ്ങളും വളരെ എന്താ പറയുക സോഫ്റ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ആ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫോണൊക്കെ എന്തായാലും നമ്മൾ ഏറ്റവും എന്താ പറയുക വാല്യൂ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ഫ്ലാഷ് ഇട്ട് നമ്മൾ ചെയ്യേണ്ടി വരും നമ്മുടെ സിറ്റുവേഷൻ്റെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഫോണൊക്കെ ഏറ്റവും പെർഫെക്റ്റായിട്ടും ഏറ്റവും വാല്യൂ ചെയ്തും നമ്മൾ ദയവ് ചെയ്ത് ഹാൻഡിൽ ചെയ്യണം. പിന്നെ നമുക്ക് ഒരിക്കലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കേണ്ടി വരില്ല. അപ്പോൾ ദയവേത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ദയവേത് ഓർക്കണം.
നമ്മളിപ്പോൾ ഒരു 1000 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പ്രാധാന്യം എടുത്ത് പറഞ്ഞത്. യൂട്യൂബിൽ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. ഈ വീഡിയോ നമ്മൾ വളരെ എന്താ പറയുക എഫേർട്ട് എടുത്താണ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ല, ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒപ്പം അത് കുറച്ച് ടോപ്പിക്സൊക്കെ നമ്മളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നിങ്ങൾ CSATക്ക് വേണ്ടി ഈ ഭാഗത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻസൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ രാത്രി നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്, പകൽ നമുക്ക് ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ രാത്രി ചെയ്ത വീഡിയോ CSATക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫെൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.